ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ കുറച്ച് പന്തികേടുണ്ട് ഇൻ ടേംസ് ഓഫ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ. ഇപ്പോൾ ലൈംഗിക തൊഴിലാളി എന്ന് പറയും, അവിടെ തന്നെ നിങ്ങൾ ഇതിനൊരു തൊഴിലായിട്ട് കാണുന്നു. അതെ, ഓക്കെ. ഇതൊരു തൊഴിലായിട്ട് ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടില്ല, അന്നും കണ്ടിട്ടില്ല, ഇന്നും കണ്ടിട്ടില്ല. ഓക്കെ. ഈ വേർഡ് ലൈംഗിക തൊഴിലാളി, സെക്സ് വർക്കർ അല്ലെങ്കിൽ സെക്സ് വർക്ക് ഒരു ലേബർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഓക്കെ. ഈ ലേബർ മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയൊരു ഡിമാൻഡാണ് ഇതിനെ ഒരു തൊഴിലായിട്ട് അംഗീകരിക്കണം. ബിക്കോസ് ഇതൊരു ഒരു ഒരു സ്ത്രീയുടെ മനുഷ്യ അവകാശമാണ്. അവളുടെ ശരീരത്തിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, മൊത്തം ഗ്ലോബലി ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. ആ ഭാഗത്തു നിന്നാണ്, ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ വേർഡ്സ് ഒക്കെ വന്നിരിക്കുന്നത്. സെക്സ് വർക്ക്, സെക്സ് വർക്കർ എന്നൊക്കെ. അതെ. ഇന്ത്യയിൽ എന്താണ് ഇതിൻ്റെ ലീഗൽ സ്റ്റേറ്റസ്? 1956 ഈ മോറൽ ട്രാഫിക് ആക്ട് എന്ന് പറഞ്ഞിട്ട് വന്നത്. ഈ ആക്ട് 1986 അമെൻഡായി. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇതിനെ സീത വിളിച്ചു, അത് കഴിഞ്ഞ് പീറ്റ വിളിച്ചു, ഇപ്പോൾ ITPA എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ആക്ടിൽ കുറച്ച് സേലിയൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഒന്ന്, രണ്ട് പേര് ഇഷ്ടം കൊണ്ട് അവർ ഓരോരുത്തരോരുത്തരും സെക്ഷൽ സർവീസസ് വാങ്ങിക്കുന്നു, വിൽക്കുന്നു. അത് ഇല്ലീഗൽ അല്ല ഇന്ത്യയിൽ, അന്നുമല്ല ഇന്നുമല്ല. നമ്മൾ ലോയില് ഇല്ലീഗലാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പം എന്താണ് ഇല്ലീഗൽ? ഈ രണ്ട് പേരുടെ കൂടെ മൂന്നാമത്തെ ആൾ ചേരുമ്പോഴാണ് ഇല്ലീഗലാവുന്നത്. ഒരു മീഡിയേറ്റർ, ഒരു പിമ്പായിരിക്കാം, ഒരു ദല്ലാലായിരിക്കാം, ഒരു ഏജൻ്റ് ആയിരിക്കാം, ഒരു പ്രൊക്യൂറർ ആയിരിക്കാം, ഒരു ട്രാൻസ്പോർട്ടർ ആയിരിക്കാം. ബ്രോത്തൽ കീപ്പിംഗ് ഇല്ലീഗലാണ്. ഒരു സ്ഥലം വെച്ചിട്ട് അതിൽ കുറേ ആൾക്കാരെ വെച്ചിട്ട് ഈ തൊഴിൽ എന്ന് വെച്ചാൽ രണ്ടുപേര് താനും എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒരാളും അത് ഇല്ലീഗൽ പറയാൻ കിട്ടില്ല. മ്യൂച്വൽ കൺസെന്റ് ആയിട്ടുള്ള സെക്ഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ വരുമ്പോൾ കുറേ ആൾക്കാർ ഇതിനെ നടത്തുന്നു, നടപ്പിക്കുന്നു, അതിന് വേണ്ടിയിട്ടൊരു സ്ഥലം എടുക്കുന്നു. ഇതൊക്കെ ഇല്ലീഗലാണ്. ഓക്കെ. അതേ സമയത്ത് ഇതേ ആക്ടിൽ ഇപ്പോഴും ഇംപ്ലിമെൻ്റ് ആയിരിക്കുന്ന ആക്റ്റാണ്, ഇപ്പോഴും നടപ്പിലായിരിക്കുന്ന ഒരു ആക്റ്റാണ്. പ്രോസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ എന്താണോ അതിൻ്റെ ഡെഫിനിഷൻ ഭയങ്കര ക്ലിയറാണ്. പ്രോസ്റ്റിറ്റ്യൂഷനെ ഇമ്മോറൽ ട്രാഫിക് ആക്ടിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കമേഴ്ഷ്യൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എ പേഴ്സൺ. അതിനെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, തൊഴിലായിട്ടല്ല.